ഹലോ. അപ്പം ഞങ്ങളിന്ന് ഗുരുവായൂർക്ക് പോയതാണ്. കുഞ്ഞോളുടെ ഫ്രണ്ടിൻ്റെ അരങ്ങേറ്റമായിരുന്നു കേട്ടോ ഗുരുവായൂർ. അപ്പോൾ ഒരു 2:30-ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ 3 മണിയായി. അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പഴയടത്തിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറുണ്ടാവുമെന്ന് വിചാരിച്ചില്ല, 3 മണിയൊക്കെ ആയില്ലോ. പക്ഷേ ചെല്ലുമ്പോൾ എല്ലാതും ഉണ്ടായിരുന്നു. എത്ര തരം കറികളായിരുന്നു എന്ന് വിചാരിച്ച്. നെല്ലിക്കച്ചാറൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എത്ര ചോദിച്ചാലും അവർ തരും കേട്ടോ. അച്ചാറൊക്കെ പപ്പടമായാലും ഓരോന്ന് തരാൻ പറഞ്ഞാലൊക്കെ തരുന്നൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. ഒരു സദ്യ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ. അങ്ങനെ അപ്പോൾ ഇവരൊക്കെ പൊന്നി അരിയിലെ ചോറാണ് കേട്ടോ. എനിക്ക് പൊന്നി അരി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചുവന്ന അരിയിലെ ചോറാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കുന്ന തിരക്കാണ്. അത്യാവശ്യം ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ലാസ്റ്റ് കഴിക്കാൻ പറ്റാണ്ട് പായസം കുടിക്കാൻ പറ്റാണ്ടായി. പായസം നമ്മൾ അരിപ്പായസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അധികം കാണാൻ പറ്റി. ഞാൻ വിചാരിച്ചു 2:30-ക്കൊന്നും തുടങ്ങില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങളവിടെ എത്താനും ലേറ്റ് ആവുകയും ചെയ്തു. അതുകൊണ്ട് കുറച്ച് എങ്കിലും കാണാൻ പറ്റി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞുള്ള ഫ്രണ്ട് ശ്രീയുക്ത, മറ്റേത് ധ്വനിയാണ്. അപ്പോൾ അവൾ ഇതുപോലെ ഡാൻസ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് ശ്രീയുക്തയുടെ അമ്മയും ധ്വനിയുടെ അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുത്തതാണ്. പിന്നെ ആ ഒരു ഫാമിലി ആണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാനൊന്ന് എടുത്തു എന്ന് മാത്രം. ശ്രീയുക്തയുടെ അച്ഛൻ നാട്ടിലുള്ള ആൾ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ അരങ്ങേറ്റമൊക്കെ അടിപൊളിയായിരുന്നു, നന്നായി കളിക്കുകയും ചെയ്തു കേട്ടോ അവൾ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള